കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച നേതാക്കൾ തമ്മിലുള്ള പോര് രൂക്ഷമായി തുടരുകയാണ്. എംഎൽഎമാരെ ഒപ്പം കൂട്ടാൻ നേതാക്കൾ ശ്രമത്തിലാണ്. കെ സി വേണുഗോപാലും ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ എംഎൽഎമാർക്ക് അഭിപ്രായം രഹസ്യമായി അറിയിക്കാൻ അവസരമൊരുക്കണമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. നിരീക്ഷകർ അല്ലാത്തവർ അഭിപ്രായം കേൾക്കണം. ഈ നിലപാടാണ് സതീശന്. ദീപാദാസ് മുൻഷിയെ വിശ്വാസമില്ല വി ഡി പക്ഷം. ഇത് സംബന്ധിച്ച് മല്ലികാർജ്ജുന ഖാർഗെയുമായി വി ഡി സതീശൻ ആശയവിനിമയം നടത്തി. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി ചേർന്നു. നിർഭൻ, 2 ടേമുകൾക്ക് ശേഷം കിട്ടിയ ഭരണമാണ്, പക്ഷേ എന്നിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ വലിയ തർക്കം. തീർച്ചയായും ജിംഷാദ് പറഞ്ഞതനുസരിച്ചിട്ട് ഒരു തിരുത്തുണ്ട്, ഒരു ചെറിയ ഇതുണ്ട്. നിരീക്ഷകർ മാത്രമേ എംഎൽഎമാരിൽ നിന്ന് അഭിപ്രായം കേൾക്കാവൂ എന്നതാണ്. ദീപദാസ് മുൻഷി ഒരിക്കലും ഈ കാര്യത്തിൽ നിരീക്ഷകർ അഭിപ്രായം കേൾക്കുമ്പോൾ അവിടെ ഉണ്ടാകരുത്. നിരീക്ഷകർ മാത്രമേ. ഈ ദീപദാസ് മുൻഷിയെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല വി ഡി സതീശൻ. ദീപദാസ് മുൻഷി കെ സി വേണുഗോപാലിന്റെ അഭിപ്രായം നടപ്പിലാക്കാൻ നിയോഗിക്കപ്പെട്ട ആളാണ് എന്നതാണ് വി ഡി ക്യാമ്പിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, എംഎൽഎമാരുടെ തല എണ്ണുമ്പോൾ അതിൽ തങ്ങൾക്ക് അനുകൂലമായി അംഗസംഖ്യ ഉറപ്പിക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി എംഎൽഎമാരെ നേരിട്ടും അല്ലാതെയും ഈ കാര്യങ്ങൾ PR ഓപ്പറേറ്റ് ചെയ്യുന്ന വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ചുമതലക്കാർ നേരിട്ടും അല്ലാതെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് കൊച്ചിയിൽ 2 എംഎൽഎമാർ വി ഡി സതീശനെ നേരിൽ കണ്ട് പോയ കാര്യം കൊച്ചിയിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അത് കെ സുധാകരന്റെ അഭിപ്രായം എല്ലാവർക്കും ഏവർക്കും വ്യക്തമാണ്. കെ സി വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ച ആളാണ് കെ സുധാകരൻ. അതുകൊണ്ട് കെ സുധാകരൻ മുതിർന്ന നേതാവായ കെ മുരളീധരനെ കാണുമ്പോൾ അത് ഉറപ്പാണ്. അത് കെ സിക്ക് അനുകൂലമായി കാര്യങ്ങൾ നിശ്ചയിക്കുകയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം. സമാനമായി പലതരത്തിലുള്ള ചർച്ചകൾ ദില്ലിയിലും കേരളത്തിലുമായി നടക്കുകയാണ്. AICCയുടെ നിരീക്ഷകരായിട്ടുള്ള 2 പേരും, മുഗൾ വാസനിക്കും അജയ് മക്കനും ഇന്ന് തന്നെ കേരളത്തിൽ രാത്രിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ട പലരും സ്വന്തം മണ്ഡലങ്ങളിൽ വിജയാഹ്ലാദ പര്യടനങ്ങളിലൊക്കെ തന്നെയാണ്. അവരോട് KPCC ആസ്ഥാനത്തേക്ക് എത്താനുള്ള നിർദ്ദേശം ഉടൻ തന്നെ നൽകും. അങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വെവ്വേറെ MLA-മാരെ ആദ്യം ഈ 2 നിരീക്ഷകരും കാണും. അതിനുശേഷം പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന ശേഷം അവിടെ പൊതു അഭിപ്രായം എന്ന നിലയിൽ പ്രമേയം പാസാക്കും. ആ പ്രമേയം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അധികാരം AICC അധ്യക്ഷന് നൽകുന്ന പ്രമേയമാണ്. അതിനുശേഷമാണ് ഇവർ റിപ്പോർട്ടുമായി ദില്ലിയിലേക്ക് പോകുക. ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം AICC ഒരു പേര് തീരുമാനിക്കും. തിരിച്ച് നിരീക്ഷകർ വീണ്ടും കേരളത്തിലെത്തി പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് അവിടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ നടപടിക്രമങ്ങൾ. ഈ നടപടിക്രമങ്ങൾ നടത്തുന്നതിന് തന്നെ കുറഞ്ഞത് 2 ദിവസത്തെ സമയം എടുക്കും. ഏകദേശം 3-4 ദിവസം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ, തർക്കങ്ങളില്ലെങ്കിൽ പോലും പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് വേണ്ടിവരും. പക്ഷേ ഇപ്പോൾ തർക്കം കൂടി നിലനിൽക്കുന്നുണ്ട്. കെ സി വേണുഗോപാലിന്റെ പേരിന് തന്നെയാണ് മുൻഗണന. AICCയുടെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി, ഏറ്റവും രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ, കോൺഗ്രസ് ഗാന്ധി കുടുംബത്തിന് ഏറ്റവും വിശ്വസ്തനായി ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന നേതാവാണ് കെ സി വേണുഗോപാൽ. മുഖ്യമന്ത്രി കസേര കെ സി കൊതിക്കുന്നുണ്ടെങ്കിൽ കെ സി തന്നെയായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി. പക്ഷേ അദ്ദേഹം സ്വയം മാറി നിന്നാൽ പിന്നെ ആര് എന്നതാണ്. അതിൽ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, പിന്നെ കേരളത്തിൽ കോൺഗ്രസിനെ ഇപ്പോൾ പ്രതിപക്ഷത്തെ നയിച്ച വി ഡി സതീശൻ. ഇതിൽ ആർക്ക് നറുക്ക് വീഴും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ക്ലൈം എന്ന് പറയുന്നത് 2011 സീനിയർ നേതാവ് എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് മുന്നോട്ട് വെച്ചത് രമേശ് ചെന്നിത്തലയാണ്. ഇപ്പോൾ സീനിയർ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് തന്റെ പേരാണ് പരിഗണിക്കേണ്ടത് എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നു. പിന്നെ പരിചയ സമ്പന്നത, ഏറ്റവും കൂടുതൽ ഈ കോൺഗ്രസിൽ മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു, മന്ത്രിയായിരുന്നു, ഇത്തരം പരിചയ സമ്പന്നത. മറ്റൊന്ന്, കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് MLA-മാരുടെ കണക്കെടുത്തല്ല, അല്ലാതെ AICC മാറ്റുകയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഈ MLA-മാരുടെ കണക്കെടുപ്പ് വേണ്ട എന്ന നിലപാടാണ് രമേശ് ചെന്നിത്തല എടുക്കുന്നത്. മറിച്ച് സീനിയർ നേതാവ് എന്ന നിലയിൽ, ഭരണ പരിചയമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ തന്നെ പരിഗണിക്കണമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പക്ഷെ VD അതല്ല. VD പറയുന്നത് നേരത്തെ മുഖവരിയായി പറഞ്ഞതുപോലെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് MLA-മാരുടെ അഭിപ്രായം കേൾക്കണം. ദീപാദാസ് മുൻഷി ആ യോഗങ്ങളിൽ പങ്കെടുക്കരുത്, നിരീക്ഷകർ മാത്രമായി കേൾക്കണം എന്നതാണ്. ഒപ്പം തന്നെ ഈ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി തേടണമെന്ന നിലപാട് കൂടി വി ഡി സതീശനുണ്ട്. അത് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗിനെയാണ്. മുസ്ലിം ലീഗ് അടക്കം വരുന്ന കേരളത്തിലെ ഘടകകക്ഷികൾ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച വി ഡി സതീശനോട് വല്ലാത്ത മമത രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പൊതു അഭിപ്രായവും
ജനങ്ങളുടെ പിന്തുണയും തനിക്കാണ്. എക്സിറ്റ് പോൾ സർവേകളിലൊക്കെ തന്നെ വി.ഡി. സതീശന്റെ പേര് ഉയർന്നു വന്നിരുന്നു. ഇത് പരിഗണിച്ച് മറ്റൊരു തരത്തിലേക്ക് നീക്കം നടത്തുന്നത് ശരിയല്ല എന്നതാണ് വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുന്നത്. ഇനി കെ.സി. വന്നാൽ പലതരത്തിലുള്ള അനുനയ നീക്കങ്ങൾ ഉണ്ടാവും. കെ.സി. മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, ധനകാര്യം വി.ഡി. സതീശൻ, അങ്ങനെ ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇനി കെ.സി. മാറി നിന്നാൽ രമേശിലേക്ക് എത്തുമോ, സി.ഡി.യിലേക്ക് എത്തുമോ? പക്ഷേ എല്ലാം തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആയിരിക്കും, എല്ലാം തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അജിംഷാദ്, അതായത് അതിന്റെ അർത്ഥം എല്ലാം തീരുമാനിക്കുന്നത് കെ.സി. വേണുഗോപാൽ തന്നെ ആയിരിക്കും എന്നതും കൂടിയുണ്ട് അല്ലേ നിർവൻ? തീർച്ചയായും ഇന്ത്യയിലെ കോൺഗ്രസിന്റെ രീതി അനുസരിച്ച് ഈ സംഘടനാ നടപടിക്രമങ്ങളൊക്കെ പാലിക്കുമെങ്കിലും ഒരു കാര്യം നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഈ നിരീക്ഷകർ തന്നെ ഒരു പേര് സ്വന്തം പോക്കറ്റിൽ എഴുതിയിട്ടിട്ടുണ്ട്. അത് ഒരേ ഒരു പേരായിരിക്കും. ആ പേര് എന്തായിരിക്കുമെന്ന് എ.ഐ.സി.സിയുടെ മനസ്സ് സ്വാഭാവികമായി ഇത്രയേറെ അടുപ്പമുള്ള കേരളത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച, തെരഞ്ഞെടുപ്പിന് ഫണ്ട് കൊണ്ടുവന്ന് വന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം നിശ്ചയിച്ച, എല്ലാ കാര്യങ്ങളിലും മുന്നിട്ട് ഇറങ്ങിയ ഈ പറഞ്ഞ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച മണ്ഡലങ്ങളിൽ പോലും മുഴുവൻ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിന് കെ.സി. വേണുഗോപാൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ കെ.സി. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മധ്യാന്തം കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കെ.സിയുടെ മനസ്സിനൊപ്പമായിരിക്കും എ.ഐ.സി.സി എന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം അജിംഷാദ്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ വിശ്വസനാണ്. ദില്ലി രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും കൂടെ നിന്ന് രാഹുലിനൊപ്പം ചേർന്ന് നിൽക്കുന്നയാളാണ് കെ.സി. അതുകൊണ്ട് കെ.സിയെ ദില്ലി രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിലേക്ക് വിടാനുള്ള വ്യക്തിപരമായി രാഹുൽ തയ്യാറാകുമോ എന്നതാണ്. അങ്ങനെ പോകരുത് എന്നൊരാവശ്യം കെ.സിയോട് പറയുകയാണെങ്കിൽ കെ.സി. പിന്മാറും. അല്ലാതെ കെ.സിയുടെ മനസ്സിനൊപ്പം രാഹുൽ നിൽക്കുകയാണ്. അങ്ങനെ കെ.സി. പിന്മാറിയാൽ, അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ സമ്മർദ്ദത്തിന് കെ.സി. പിന്മാറിയാൽ കെ.സി. നിർദ്ദേശിക്കുന്ന ആളായിരിക്കും ഉറപ്പായും മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ കെ.സി. ആരെയായിരിക്കും പ്രയോറിറ്റി നൽകുക? ഉറപ്പല്ലേ? കെ.സി. അങ്ങനെ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഉറപ്പായും രണ്ടാം പേരുകാരൻ രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും. മാത്രമല്ല മന്ത്രിസഭ മുഴുവൻ തീരുമാനിക്കുന്നതും കെ.സി. വേണുഗോപാലായിരിക്കും. കാരണം മന്ത്രിസഭയിൽ വകുപ്പുകൾ, മുഖ്യമന്ത്രി, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ പൂർണ്ണമായും കെ.സിയുടെ നിയന്ത്രണത്തിലായിരിക്കും. അങ്ങനെ ഒരു ഫോർമുലയായിരിക്കും ഉരുത്തിരിഞ്ഞ് വരികയും ചെയ്യുക. കെ.സി. മാറിയാൽ രണ്ടാം പേരുകാരനെ സംബന്ധിച്ച് വ്യക്തമായ ഫോർമുല ഉണ്ടാവും. കെ.സിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയും പൂർണ്ണമായ ഒരു മന്ത്രിസഭയുമായിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരിക. അജിംഷാദ്, തീർച്ചയായും. അതുപോലെ തന്നെ നേരത്തെ നിർവൻ സൂചിപ്പിച്ചതാണത്. ഈ CLP-യിലെ ഭൂരിപക്ഷം നോക്കിയിട്ടല്ല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കണ്ണീരോടുകൂടി കണ്ടോൺമെന്റിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്ന സാഹചര്യം. ആ അബദ്ധം തനിക്ക് പറ്റരുത് എന്നതാണ് വി.ഡി. സതീശന്റെ ജാഗ്രത. വി.ഡി. സതീശൻ കളികൾക്ക് മിടുക്കനായതുകൊണ്ട് സ്വാഭാവികമായും വി.ഡി. സതീശൻ ഇപ്പോൾ ഈ ദീപാദാസ് മുൻഷി അടക്കം മാറ്റി നിർത്തി ഒരു സ്വതന്ത്രമായ അഭിപ്രായ സ്വരൂപണം MLA-മാരിൽ നിന്ന് നടത്തണമെന്ന ആവശ്യവും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അട്ടിമറി സാധ്യത ഭയന്ന് അല്ലേ? തീർച്ചയായും. മുമ്പ് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവിന്റെ പേര് ഏതാണ് പോക്കറ്റിൽ എഴുതിയിട്ടിരുന്നത്, മല്ലികാർജ്ജുന ഖാർഗെ എഴുതിയിട്ടിരുന്നത് എന്ന കാര്യം ഏറ്റവും വ്യക്തമായി അറിയാവുന്ന ആളാണ് വി.ഡി. സതീശൻ. അന്ന് രമേശ് ചെന്നിത്തല വിശ്വസിച്ചിരുന്നത് ഉമ്മൻചാണ്ടി പറഞ്ഞ പേര്, AUIയും ഒന്നിച്ച് മുന്നോട്ട് വെച്ചിരുന്ന പേര് രമേശ് ചെന്നിത്തലയായിരുന്നു. വലിയ അട്ടിമറിയാണ് MLA-മാരെ പ്രത്യേകം കേട്ട ശേഷം മല്ലികാർജ്ജുന ഖാർഗെ അങ്ങ് AICC പോയ ശേഷം രമേശ് ചെന്നിത്തലയെ വെട്ടി അപ്രതീക്ഷിതമായി വി.ഡി. സതീശന്റെ പേര് പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് വി.ഡി. സതീശൻ. അന്ന് മല്ലികാർജ്ജുന ഖാർഗെ കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ എഴുതിയിട്ടിരുന്ന പേര് തന്റെ പേരായിരുന്നു എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നയാൾ വി.ഡി. സതീശനാണ്. അതുകൊണ്ട് ഇത്തവണ ചതിവ് പറ്റിയാൽ, ചതിയാണ് നടക്കുകയാണെങ്കിൽ അത് ഏത് നിലയ്ക്കാകും പോവുക എന്ന കാര്യം വി.ഡി. സതീശന് നന്നായി അറിയാം. അതുകൊണ്ടാണ് നിരീക്ഷകർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കേൾക്കണമെന്നും ഇക്കാര്യത്തിൽ ഭൂരിപക്ഷമല്ല ഘടകകക്ഷികളെ കേൾക്കണമെന്നും മുതിർന്ന നേതാക്കളെ കേൾക്കണമെന്ന ആവശ്യം വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും നിർവൻ സൂചിപ്പിച്ചതുപോലെയാണ്. അതായത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഒരു ചടങ്ങുകൾ മാത്രമാണ്. അതായത് ഒരു ആചാരക്രമം എന്ന നിലയിലുള്ള ചടങ്ങുകൾ മാത്രമാണ്. കൃത്യമായി ആരാവണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴേ നിശ്ചയിച്ച് പോക്കറ്റിൽ എഴുതി ഇട്ടിട്ടുണ്ട്. അതാണ് ഇത് കോൺഗ്രസിൻ്റെ രീതി അറിയാവുന്നവരെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായ കാര്യമാണ്. അപ്പോൾ നിർഭൻ സൂചിപ്പിച്ച അത് തന്നെയാണ്. കാരണം ഇതെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട്, ഇതെല്ലാം ബാക്കിയെല്ലാം ചടങ്ങുകൾക്കായി നടക്കുന്ന പ്രക്രിയകൾ മാത്രമാണ്.